ഇന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, പിന്നെ പച്ചമുളകാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ഉപയോഗിച്ചും സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുക്കർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ നോർമലി ഇവിടെ തൂവരപ്പരിപ്പാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ വാളംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം എടുത്ത് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പച്ചക്കറികളൊക്കെ മുങ്ങി നിൽക്കും വിധം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ച് 1 വിസിലടിക്കുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വേറൊരു ചട്ടി എടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 10 മണി ഉലുവിട്ട് കൊടുക്കുക. വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതിയാവും. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുക്കർ 1 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഓൾറെഡി കുക്കായി കിട്ടിയ വെജിറ്റബിൾസൊക്കെയാണ്. ഇതിലേക്ക് തണുത്ത വെള്ളം ചേർക്കാതെ ചൂടുവെള്ളം ചേർത്തിട്ട് തുറന്ന് വെച്ച് വേവിക്കുക. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈസി പ്രഷർ കുക്കർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.